Dear students, engineering thermodynamics എൻട്രോപ്പിയിൽ വരുന്ന ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. പിക്ക് നാഗിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. യൂണിവേഴ്സിറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. എന്നാൽ അത് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതും ക്വസ്റ്റ്യൻ എന്താണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: 1 kilogram of ice at minus 5 degrees Celsius is exposed to atmosphere which is at 20 degree Celsius. The ice melts and comes into thermal equilibrium with the atmosphere. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ determine the entropy increase of the universe, first question. Then what is the minimum amount of work necessary to convert the water back into ice at minus 5 degrees Celsius? They are given that Cp of ice is 2.093 kilojoule per kilogram Kelvin, and latent heat of fusion of ice is 333.3 kilojoule per kilogram. അപ്പം ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഐസ് ഉണ്ട്. ഐസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. So eventually what happens, and the ice will receive the heat from the atmosphere, and -5 ഡിഗ്രി സെൽഷ്യസ് ലുള്ള ഐസ് എന്തായിട്ട് മാറും? 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ് എൻട്രോപ്പി ഇൻക്രീസ്, അതായത് യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ഇൻക്രീസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് ആദ്യം സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് അതിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോഴത്തേക്ക് -5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അതിന്റെ സോളിഡ് ഫോം ആണ്. സോളിഡ് സ്റ്റേറ്റിൽ അത് എന്തുണ്ട്? ഐസ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ നിന്നിട്ടാണ് ഇത് അറ്റ്മോസ്ഫിയറിലുള്ള 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നത്. സോ 20 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴത്തേക്ക് ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറും. അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാനിപ്പോൾ ടെമ്പറേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹീറ്റ് കിട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുന്നത്. സോ ഇനിഷ്യലി ഈ റിസീവ് ചെയ്യുന്ന ഹീറ്റ് -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹീറ്റ് എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് റിസീവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടെമ്പറേച്ചർ റൈസിന് വേണ്ടിയിട്ടായിരിക്കും. സോളിഡ് ഫോമിലാണ് ഐസ് നിൽക്കുന്നത്. അപ്പൊ -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെയും എന്തായിരിക്കും? ഹീറ്റ് റിസീവ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ അപ്പൊ അവിടെ സെൻസിബിൾ ഹീറ്റ് ആണ് അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത്. സോ വാട്ട് ഹാപ്പൻസ്? ഗ്രാജുവലി ഹീറ്റ് റിസീവ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് പറയാം. 0 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നുള്ള ഐസ് കൺവേർട്ട് ചെയ്തിട്ട്, അപ്പൊ ഐസിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി എന്ന് പറയുന്നത് ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറും. അപ്പം പിന്നീട് അപ്പോൾ റീച്ചിങ് ടു ദ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ്, പിന്നീട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഹീറ്റ് മൊത്തം ഇത് ഫേസ് കൺവേർഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് റിസീവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ് ആണ്. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഇത്
0°C ഉള്ള ഐസ് 0°C ഉള്ള വാട്ടർ ആയിട്ട് മാറും. ആ സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ 0°C. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു ഫ്രം -5°C ടു -5°C ടു 0°C വരെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു ഫ്രം 0°C ടു, അതായത് ഐസ് ഇവിടെ സോളിഡ് ഫോമിലാണ്, ഇവിടെ നിന്നിട്ട് ഇതെന്തായി മാറും, വാട്ടർ ആയിട്ട് മാറും. അപ്പൊ അതും 0°C ആണ്. പിന്നീട് എന്താണ്, ഇത് 20°C ഉള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് വൺസ് ഇറ്റ് റീച്ചസ് ടു 0°C ഓഫ് വാട്ടർ, പിന്നീട് ഫർദർ റിസീവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഫൈനലി റീച്ചസ് ടു ദ 20°C. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഐസ് -5°C നിന്ന് മെൽറ്റ് ചെയ്ത് 20°C ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറുമ്പോൾ നടക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ബാക്ക് ഇൻ ടു ദ സൊല്യൂഷൻ. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സോ ഹീറ്റ് അബ്സോർബ് ബൈ ദ ഐസ് ക്യൂ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് എന്ത് ചെയ്യണം, ഇത് മെൽറ്റ് ചെയ്ത് 5°C മെൽറ്റ് ചെയ്ത് 20°C ആവാനുള്ള ഹീറ്റ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹീറ്റ് റിസീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ സോളിഡ് ഫേസിൽ റിസീവ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ് എന്തിനാണ്, -5°C ഐസ് മെൽറ്റ് ചെയ്ത് അത് 20°C വാട്ടർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അവിടെ എത്രത്തോളം ഹീറ്റ് അബ്സർവ് ചെയ്തു എന്നുള്ള ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പക്ഷെ അതിനകത്ത് 3 സ്റ്റേജിലായിട്ടാണ് ഹീറ്റ് റിസീവ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ഇൻ സോളിഡ് ഫേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ -5°C ഐസ് 0°C ഐസായിട്ട് മാറാനാണ് ആദ്യത്തെ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ലേറ്റന്റ് ഹീറ്റ് ആണ്. എന്തിനാണ്, 0°C സ്പേസ് കൺവേർഷൻ വേണ്ടിയിട്ടാണ്. 0°C ഐസ് മെൽറ്റ് ചെയ്തും 0°C വാട്ടർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ലേറ്റന്റ് ഹീറ്റ് റിസീവ് ചെയ്യുന്നത്. പിന്നീട് എന്താ ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ഇൻ ദ ലിക്വിഡ് ഫേസ്, അതായത് 0°C വാട്ടർ ഹീറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറായിട്ടുള്ള ടെമ്പറേച്ചറുമായിട്ട് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 20°C പോകുന്നതാണ് ഹീറ്റ് അബ്സോർബ് ഇൻ ദ ലിക്വിഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ്, ഈ 3 കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഹീറ്റ് റിസീവ്ഡ് ബൈ ദ ഐസ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ 1 kg എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ടോട്ടൽ ഐസ് റിസീവ് ചെയ്ത ഹീറ്റ് എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. അപ്പൊ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ MCP ഡെൽറ്റ ടി അല്ലെ, അത് MCP ഡെൽറ്റ ടി എന്ന് പറയുന്നത് അതെന്താണ്, ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ഇൻ ദ സോളിഡ് ഫേസ് ആണ് MCP ഡെൽറ്റ ടി എന്ന് പറയുന്നത്. പ്ലസ് എന്താണ്, ലേറ്റന്റ് ഹീറ്റ് ആണ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും, ലേറ്റന്റ് ഹീറ്റ്. പ്ലസ് പിന്നീട് അടുത്ത ഹീറ്റ് അബ്സോർബ് ഇൻ ദ ലിക്വിഡ് ഫേസ്, അവിടെയും എന്താണ് MCP ഡെൽറ്റ ടി. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, -5°C നിന്ന് 0°C മാറുന്നതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ലേറ്റന്റ് ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫേസ് കൺവേർഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 0°C ഐസ് 0°C വാട്ടർ ആയിട്ട് മാറുന്നതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, 0°C വാട്ടർ 20°C വാട്ടർ ആയിട്ട് മാറുന്നതാണ് ഇവിടുത്തെ കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എടുക്കുന്നത് പറയുന്നത് M എന്ന് പറയുന്നത് എന്താണ്, 1 kg ആണ്. സോ 1 ഇൻറ്റു ദെൻ ഐസിന്റെ CP എന്ന് പറയുന്ന കാര്യം, CP എന്ന് പറയുന്ന കാര്യം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. CP ഓഫ് ഐസ് എന്ന് പറയുന്നത് എന്താണ്, 2.093 ആണ്. അപ്പൊ അവിടെ 2.093 എടുക്കുക. 2.093 ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആണ്, ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്നത് -5 ആണ്. പ്ലസ് 1 ഇൻറ്റു ദെൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് പറയുന്നത്. ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് 333.33 ആണ്. 333.33 പ്ലസ് അടുത്ത എന്താണ്, 0°C ഉള്ള വാട്ടർ 20°C മാറുന്നു. 1 ഇൻറ്റു ഇപ്പോൾ വാട്ടർ ആണ്, വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.187 ആണ്. ഇൻറ്റു എന്താണ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് 20° മൈനസ് 0°. ഓക്കെ, സോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 427.33
5 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടോട്ടലി റിസീവ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. 427.5 കിലോ ജൂൾ ഓഫ് ഹീറ്റ് റിസീവ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആദ്യത്തെ total amount of the heat required for melting the ice from -5 degrees Celsius to reach to the temperature of 20 degrees Celsius. Okay. അപ്പൊ അതിന് വേണ്ടിയിട്ട് 427.5 കിലോ ജൂൾ ഓഫ് ഹീറ്റിന്റെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി യൂണിവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സമ്മേഷൻ ആണ്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഐസും അറ്റ്മോസ്ഫിയർ ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ ഐസ് പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതായിരിക്കും എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ഐസ് എന്ന് പറയുന്നത് ഹീറ്റ് റിസീവ് ചെയ്യുന്നതുകൊണ്ട് അതെന്തായിരിക്കും, എൻ്ററിങ് ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തായിരിക്കും, ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, -Q/T ആണ്. അപ്പം ഇന്ററാക്ട് ചെയ്യുന്നത് എന്താണ്, കാര്യം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു തെർമൽ റിസർവോയർ ആണ്. അപ്പൊ റിജക്ട് ചെയ്ത് വന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ്, അതായത് 427.5 കിലോ ജൂൾ ഹീറ്റ് ആണ് അതിനകത്ത് നിന്ന് പോകുന്നത്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റി കെൽവിൻ ആണ്. സോ ദിസ് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് ലോസ് ആവുന്നതുകൊണ്ട്. സോ ദ വാല്യൂ എന്ന് പറയുന്നത് -1.46 കിലോ ജൂൾ പെർ കെൽവിൻ എടുത്തു. ഓക്കെ, ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം ഐസിന്റെ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതെന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുകയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ 3 രീതിയിലാണ് അവിടെ എന്താ പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് നടക്കുന്നത്. എന്താണ്, -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെയാണ് എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിന്റെ മാറുന്നത്. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്നത്. അപ്പം അവിടെ എടുത്തിരിക്കുന്ന പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന്, ഐസിന്റെ കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഐസിന്റെ എൻട്രോപ്പി ചേഞ്ച് ആണ്. അപ്പൊ ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താണ് അതിന്റെ എൻട്രോപ്പി ചേഞ്ച്. അപ്പൊ അവിടെ നമ്മൾ സിസ്റ്റം 1 എന്ന് പറയുന്നത്, സബ് സിസ്റ്റം 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറയുന്നത് എന്താണ്, mCp dT/T ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസ്, അതെന്തിലേക്ക് മാറുന്നു, സോറി, -5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, അത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും. സോ ഇവിടെ എന്ന് പറയുന്നത് 1 ഇൻറ്റു സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 1 ഇൻറ്റു mCp ഓഫ് ഐസ് എന്ന് പറയുന്നത് 2.093 ആണ്. ln നമ്മൾ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, ലിമിറ്റ് കൊടുക്കുന്നത്, അതായത് T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും നമ്മൾ കൊടുക്കുന്നു. ഇവിടുത്തെ കേസിൽ ഇനീഷ്യലും ഫൈനലും കൊടുത്തു. അപ്പൊ -5 എന്ന് പറയുന്നത് ഇനീഷ്യൽ, 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫൈനൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ln 273, ദാറ്റ് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ്. സോ ദ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 0.0389 കിലോ ജൂൾ പെർ കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടി ആദ്യത്തെ കേസിൽ. സോ ദിസ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഐസ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതാണ്. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, എൻട്രോപ്പി ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് സിസ്റ്റം 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് dQ/T ആണ്, അല്ലെ. amount ഓഫ് latent heat ഓഫ് റിസീവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സിസ്റ്റം 2 ആയിട്ട് എടുത്തു. അതാണ് ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ലിക്വിഡ് സോളിഡിൽ നിന്ന് വാട്ടർ ആയിട്ട് മാറുന്ന കേസ്. ഓക്കെ, Q/T ആണ് നമ്മളവിടെ 333.3, അതാണ് അതിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.22 കിലോ ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ,
ഇനി അടുത്ത എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറുന്നു. വാട്ടർ ഉണ്ട് ഇപ്പം. ആ വാട്ടർ എവിടെ എത്തുന്നു? 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച്. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഒരു കണ്ടീഷനായിട്ട് എടുക്കുന്നു. ഓക്കെ. സോ സിൻസ് ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഉണ്ട്, ഫൈനൽ ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ. എം സി പി ഡി ടി ബൈ ടി. നമ്മൾ റിസർവർ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ ബൈ ടി എടുക്കുന്നു. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എം സി പി ഡി ടി ബൈ ടി ലിമിറ്റ് അപ്ലൈ കൊണ്ട് എടുക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് കട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ. സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4.187 ആണ്. എൽ ഇനിഷ്യൽ വാല്യൂ 293, ഫൈനൽ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ. ഓക്കെ. സോ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നു? 0.296 കിലോ ജൂൾ പെർ കെൽവിൻ ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ. അപ്പൊ നമ്മുടെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ ഐസ് വെൻ ഇറ്റ് ഈസ് മെൽസ് ഫ്രം -5 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു വാട്ടർ എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ കിട്ടിയ വാല്യൂസ് മൂന്ന് സ്റ്റേജസ് ആണ് ഉണ്ടായത്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുമ്പോഴത്തേക്ക് വാട്ടർ, അതായത് ഐസ് എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് മെൽറ്റ് ചെയ്ത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത്രയുമാണ്. എത്രയാണ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്? ഐസിന്റെ കേസിൽ എൻട്രോപ്പിക് ചേഞ്ച് എന്ന് പറയുന്നത് 1.5549 ആണ് ടോട്ടൽ വാല്യൂ. ഓക്കെ. ദെൻ ഇനി സിമ്പിൾ ആണ്. എന്താണ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ദ എൻട്രോപ്പി ടെമ്പറേച്ചർ ഡയഗ്രാം. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തതിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എൻട്രോപ്പി ചേഞ്ച് ടി എസ് ഡയഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. -5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസ്, ഇത് 0 ഡിഗ്രി സെൽഷ്യസ്, ദെൻ ഇതാണ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് മെൽറ്റ് ചെയ്ത് ഐസ് എന്ത് ചെയ്തു? അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, 0 ഡിഗ്രി സെൽഷ്യസ് എത്തി. അവിടുന്ന് പിന്നീട് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറി. ദെൻ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറി. ഓക്കെ. അപ്പൊ ആ മൂന്ന് സ്റ്റേജിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ S1 S2 S3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ദെൻ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം എൻട്രോപ്പി ചേഞ്ച് ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 1.5549 ആണ്. ദെൻ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഐസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. -1.46 ആണ് ആ വാല്യൂ. 46 ആണ്. സോ ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് 949 കിട്ടും. 0.0949 കിലോ ജൂൾ പെർ കെൽവിൻ. അപ്പം എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. അപ്പം ഐസ് മെൽറ്റ് ചെയ്ത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുമ്പം ഉണ്ടാകുന്ന യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ് എന്ന് പറയുന്നത്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0.0949 കിലോ ജൂൾ പെർ കെൽവിൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? ഈ പറയുന്ന വാട്ടർ, ഇപ്പൊ വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നമുക്ക് എന്തായിട്ട് മാറ്റണം? -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആയിട്ട് മാറ്റണം. ഐസ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ആവശ്യമുണ്ട്. അപ്പം എത്രത്തോളം മിനിമം എമൗണ്ട് ഓഫ് വർക്ക് ആണ് ഇപ്പൊ ചോദിക്കുന്നത്. എത്ര മിനിമം വർക്ക് കൊടുത്തുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
അപ്പൊ ഐസ് വാട്ടറിന് നമുക്ക് എന്തായാലും ഐസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു റെഫ്രിജറേറ്ററിന്റെ ആവശ്യമുണ്ട്. സോ ടു കൺവേർട്ട് ദ 1 kilogram ഓഫ് വാട്ടർ അറ്റ് 20 degrees Celsius ടു ഐസ് അറ്റ് -5 degrees Celsius. നമുക്കറിയാം ഐസ് -5 degrees Celsius ഐസ് മെൽറ്റ് ചെയ്ത് 20 degrees Celsius ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ഹീറ്റ് ആവശ്യമുണ്ട് ആയി വന്നു നേരത്തെ 427.5 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? 20 degrees Celsius ഉള്ള വാട്ടർ വീണ്ടും എന്തായിട്ട് മാറും? -5 degrees Celsius ഉള്ള ഐസായിട്ട് മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ 20 degrees Celsius തന്നെയാണ്. നമ്മളുടെ ഐസ് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 20 degrees Celsius ആണ്. അതിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? -5 degrees Celsius ആയിട്ട് മാറ്റണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്യണം? 427.5 കിലോ ജൂൾ ഓഫ് ഹീറ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം വർക്ക് ആവശ്യം? അതിനകത്ത് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് മിനിമം വർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്ക് കുറച്ച് വർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് തിരിച്ച് നടത്താം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് 427 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം ഇറ്റ് ആൻഡ് ദ സിസ്റ്റം ഹാസ് ടു ബി ബ്രോട്ട് ബാക്ക് ടു ദ സ്റ്റേറ്റ് 4. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് 1ൽ നിന്ന് അതായത് നമ്മൾക്ക് -5 degrees Celsius ഐസ് നമ്മൾ എന്ത് ചെയ്താണ് ഇപ്പോൾ എന്ന് പറയുന്നത് സ്റ്റേജിൽ എത്തിക്കുകയാണ്. അവിടെ എന്ന് പറയുന്നത് എത്രയാണ്? 20 degrees Celsius വാട്ടർ ആണ്. അപ്പം സ്റ്റേജ് എന്ന് പറയുന്ന 1 2 അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് 1 2 2 3 3 4 ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? S4 - S1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ എൻട്രോപ്പി ചേഞ്ച് വാല്യൂ വിൽ ബി ദ സെയിം ആയിരിക്കും. അതായത് സ്റ്റേറ്റ് നമ്മളിപ്പോൾ ഇനി എന്താ തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് 4ൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് 1ലേക്കാണ് എത്തേണ്ടത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ സൈക്കിൾ യൂസ് ചെയ്യും. ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം വുഡ് ബി ദ സെയിം. S4 - S1 തന്നെയായിരിക്കും. അതായത് നമുക്ക് എൻട്രോപ്പി ചേഞ്ച് അങ്ങോട്ട് നടന്ന സമയത്തുണ്ടായത് എൻട്രോപ്പി ചേഞ്ച് തന്നെയായിരിക്കും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും നടക്കാൻ പോകുന്നത്. പക്ഷെ എന്തായിരിക്കും? ദ ഡിഫറൻസ് ദാറ്റ് ദ സൈൻ വിൽ ബി നെഗറ്റീവ്. അങ്ങോട്ട് പോസിറ്റീവ് ആയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് സൈൻ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക, കൺസിഡർ ചെയ്യുക. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. അപ്പൊ ഇവിടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തു ഐസ് എന്ന് പറയുന്ന സാധനം ഹീറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരുന്നു? നമ്മൾ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഇനി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഐസ് എന്തായിട്ട് മാറി? വാട്ടർ ആയിട്ട് മാറി കിടക്കാണ്. അപ്പൊ അതിനെ നമുക്ക് ബാക്ക് ഇൻ ടു ഐസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ. സോ ദ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് S1 - S4 ആണ്. ദാറ്റ് ഈസ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. അതിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം. ഇനിയിപ്പോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഓഫ് ദ റെഫ്രിജറേറ്റർ വുഡ് ബി 0. എന്താണ് അതിനകത്ത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനകത്ത് എൻട്രോപ്പി ചേഞ്ച് ഒന്നും ഇല്ലാന്ന് എടുക്കുന്നു. സോ ദ റെഫ്രിജറന്റിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ പോസിറ്റീവ് ആണ്. കാര്യം എന്താണ്? അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് റിസീവ് ചെയ്യുകയാണ്. അറ്റ്മോസ്ഫിയർ ഹീറ്റ് റിസീവ് ചെയ്യാണ്. സോ ദ വാല്യൂ വിൽ ബി പോസിറ്റീവ്. ഓക്കെ. സോ ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? Q പ്ലസ് W/T. ഇത് ടോട്ടൽ ഹീറ്റ് റിസീവ് എന്ന് പറയുന്നത് എന്താണ്? Q പ്ലസ് W ആണ്. അറ്റ്മോസ്ഫിയർ റിസീവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q പ്ലസ് W ആണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോലെ Q/T ആണ്. ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് Q പ്ലസ് W ആണ്. അറ്റ്മോസ്ഫിയർ റിസീവ് ചെയ്യുന്നത് when it is operated in a refrigerator. ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ റെഫ്രിജറന്റ് പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എന്താണ്? എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു S1 - S4 ആണ്. പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ റെഫ്രിജറന്റ് എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് അടുത്ത് എന്താണ്? എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് Q പ്ലസ് W/T ആണ്. ഓക്കെ. ഈ ഇക്വേഷൻ വരുന്ന പറയുന്നത് when we consider the refrigerator system ആണ്. ഇനി നമുക്കറിയാം എൻട്രോപ്പി പ്രിൻസിപ്പിൾ അനുസരിച്ച് എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ഇൻക്രീസസ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഇൻക്രീസസ് ഓർ ഈക്വൽ ടു 0 എന്നാ പറയത്തുള്ളൂ. ഓക്കെ. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ.
എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ ആവുന്നത്? ഇറ്റ് ഈസ് എ പോസിബിൾ സിസ്റ്റം ആയി വരുമ്പം ഈക്വൽ ടു സീറോ ആവുന്നത് എപ്പോഴാണ്? ഒരു റിവേഴ്സ്ഡ് സിസ്റ്റം ആയിട്ട് മാറുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? S1 മൈനസ് S4 പ്ലസ് Q ബൈ W ബൈ T is greater than or equal to സീറോ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് Q ബൈ Q പ്ലസ് W ബൈ T എന്ന് പറയുന്നത് എന്താണ്? S1 മൈനസ് S4 ആണ്. ഓക്കെ, Q പ്ലസ് W ബൈ T greater than or equal to S4 മൈനസ് S1 എന്ന്. ഓക്കെ, അതാണ് ഇവിടെ അടുത്ത പ്രോസസ്സ് പറയുന്നത്. ഇതിനകത്ത് നിന്ന് W എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ than or equal to T ഇൻറ്റു S4 മൈനസ് S1 മൈനസ് Q ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നമുക്ക് എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മിനിമം വർക്ക് റിക്വയർഡ് എന്നാണ്. സോ വർക്ക് മിനിമം ആവണമെന്നുണ്ടെങ്കിൽ പ്രോസസ് ഷുഡ് ബി റിവേഴ്സിബിൾ ആയിരിക്കണം, അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഈക്വൽ ടു, ഗ്രേറ്റർ ആവാൻ സാധ്യതയില്ല, ഈക്വൽ ടു T ഇൻറ്റു S4 മൈനസ് S1 മൈനസ് Q ആണ്. ഓക്കെ, Qന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? Q is equal to 427.5 കിലോ ജൂൾ ആണ് Q എന്ന് പറയുന്ന വാല്യൂ. T എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ S4 മൈനസ് S1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1.5549 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ ഐസ് മെൽറ്റ് ചെയ്യുന്ന കേസിലുള്ള കേസാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അവിടെ ഉണ്ട്. 1.5549 കിലോ ജൂൾ പെർ കെൽവിൻ ആണ്. സോ ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് മിനിമം എന്ന് പറയുന്നത് എത്ര കിട്ടും? 293 ഇൻറ്റു 1.5549 minus 427.5. So the minimum work required to bringing the 20 degrees Celsius water into -5 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് മിനിമം വേണ്ട വർക്ക് എന്ന് പറയുന്നത് 28.5 കിലോ ജൂൾ ആണ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് അനലിറ്റിക്കൽ നോളജ് എക്സാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു പഠിക്കരുത്, ചെയ്ത് പഠിക്കുക. ഒന്നോ രണ്ടോ ആവർത്തി ചെയ്യുക. അതേപോലത്തെ സിമിലർ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേറെ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.